Hello everyone, welcome to this video. So in this video I will discuss about arithmetic expressions. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് arithmetic operators എന്താണെന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. So arithmetic operator എന്ന് പറയുന്നത് അഞ്ചെണ്ണമാണ്, that is plus, minus, star, divide, percentage. ഈ അഞ്ചെണ്ണമാണ് arithmetic operators ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ എന്തായിരിക്കും arithmetic expression എന്ന് പറഞ്ഞാൽ expression involving arithmetic operator. ഒരു arithmetic operator ഉണ്ടെങ്കിൽ അതെന്താണ്, അത് ഒരു arithmetic expression ആണ്. ഓക്കെ, സോ arithmetic expression is a combination of variables, constants and operators. അതായത് മൂന്ന് കാര്യത്തിൻ്റെ കോമ്പിനേഷൻ ആണ് ഒരു arithmetic expression എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, മൂന്ന് കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ വാരിയബിൾ, കോൺസ്റ്റന്റ്, ഓപ്പറേറ്റേഴ്സ്. ഇത് മൂന്നിൻ്റെയും ഒരു കോമ്പിനേഷൻ ആണ് എന്ത്, ഒരു arithmetic expression. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ എം റൈറ്റിംഗ് സംതിങ് ലൈക്ക് ദിസ്, a പ്ലസ് ബി മൈനസ് 3 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു അരിത്തമാറ്റിക് എക്സ്പ്രഷൻ ആണ്. കാരണം ഇവിടെ പ്ലസ് മൈനസ് രണ്ട് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും ഇത് രണ്ടും എന്താണ്, വാരിയബിൾസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ പ്ലസ് മൈനസ് ഇത് രണ്ടും എന്താണ്, ഓപ്പറേറ്റേഴ്സ് ആണ്. ഈ 3 എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഒരു അരിത്തമാറ്റിക് എക്സ്പ്രഷൻ വാരിയബിൾ, കോൺസ്റ്റന്റ്, ഓപ്പറേറ്റേഴ്സ് ഈ മൂന്ന് കാര്യങ്ങളുടെയും കോമ്പിനേഷൻ ആണ്. ദാറ്റ് ഈസ് അറേഞ്ച്ഡ് അക്കോർഡിംഗ് ടു ദ സിൻടാക്സ് ഓഫ് ദ ലാംഗ്വേജ്. അതായത് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ സിൻടാക്സ് പ്രകാരം അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ മൂന്ന് കാര്യങ്ങളുടെ കോമ്പിനേഷനെയാണ് നമ്മൾ എന്ത് പറയുക, ഒരു അരിത്തമാറ്റിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ സി ക്യാൻ ഹാൻഡിൽ എനി കോംപ്ലക്സ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. ഏതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനും സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഇങ്ങനെ ഒരു ആൾജിബ്രൈക് എക്സ്പ്രഷൻ ഉണ്ട്. അപ്പോൾ മാത്സിൽ നമ്മൾ ഒരുപാട് എക്സ്പ്രഷൻസ് കാണുന്നുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു എക്സ്പ്രഷനാണ് എ ഇൻറ്റു ബി മൈനസ് സി. ഇങ്ങനെയുള്ള എക്സ്പ്രഷനെ എങ്ങനെ ഒരു സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എക്സ്പ്രഷൻ ആക്കി കൺവേർട്ട് ചെയ്യുന്നതാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്പ്രഷൻ നമ്മൾ എങ്ങനെയാണ്, എ ഇൻറ്റു ബി മൈനസ് സി. അപ്പോൾ ഇൻറ്റുവിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറയുന്നത് സ്റ്റാർ ആണ്, സ്റ്റാർ ഓപ്പറേറ്റർ ആണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് എ സ്റ്റാർ ബി മൈനസ് സി. സോ എ സ്റ്റാർ ബി മൈനസ് സി എന്നാണ് ഇതിന് എഴുതുന്നത്. അതുപോലെ തന്നെ എം പ്ലസ് എൻ ഇൻറ്റു എക്സ് പ്ലസ് വൈ. ഇങ്ങനെയുള്ള ഒരു എക്സ്പ്രഷൻ നമ്മൾ എങ്ങനെയാണ് എഴുതുക, എം പ്ലസ് എൻ സ്റ്റാർ എക്സ് പ്ലസ് വൈ. കാരണം ഇവിടെ സ്റ്റാർ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, നമുക്കറിയാം നമ്മൾ മാത്സിൽ പൊതുവേ എം പ്ലസ് എൻ ഇവിടെ ബ്രാക്കറ്റ് ഇട്ട് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ഇൻറ്റു ഇതാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ആണ്. ബട്ട് ഇവിടെ കമ്പ്യൂട്ടറിൽ നമ്മൾ പ്രോഗ്രാമിൽ കൊടുക്കുന്ന സമയത്ത് എം പ്ലസ് എൻ സ്റ്റാർ കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് രണ്ടും എന്ത് ചെയ്യൂല, മൾട്ടിപ്ലൈ ചെയ്യൂല. ഓക്കെ, സോ ഇഫ് യു വാണ്ട് ടു മൾട്ടിപ്ലൈ ദീസ് ടു, ഇവിടെ നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാർ ഓപ്പറേറ്റർ കൊടുക്കണം. ഇങ്ങനെയുള്ള ഒരു എക്സ്പ്രഷൻ നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യും, എ ബി ബൈ സി. നമുക്കറിയാം എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, എ ഇൻറ്റു ബി ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ എ ബി എന്ന് കൊടുത്തോണ്ട് കാര്യമില്ല, നമ്മൾ എന്ത് തന്നെ കൊടുക്കണം, എ സ്റ്റാർ ബി എന്ന് തന്നെ സ്ട്രിക്ട്ലി കൊടുക്കണം. എന്നാലേ എയും ബിയും എന്ത് ചെയ്യുള്ളൂ, മൾട്ടിപ്ലൈ ചെയ്തുള്ളൂ, ഡിവൈഡഡ് ബൈ സി. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു ഇതാണ് ഇവിടെ എക്സ്പ്രഷനാണ്, അൾജിബ്രൈക് എക്സ്പ്രഷനാണ് കൊടുത്തിരിക്കുന്നത്. 3x² + 2x + 1. നമ്മളിതിനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എങ്ങനെ സി പ്രോഗ്രാമിലെ എക്സ്പ്രഷനാക്കി കൺവേർട്ട് ചെയ്യും, 3x² എന്ന് പറഞ്ഞാൽ 3 സ്റ്റാർ എക്സ് സ്റ്റാർ എക്സ് എന്നാണ്. അതുപോലെ തന്നെ 2x എന്ന് പറഞ്ഞാൽ 2 സ്റ്റാർ എക്സ് ആണ്, 1 + 1. അതേപോലെ തന്നെ എന്ത് ചെയ്തു, എഴുതി. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു എക്സ്പ്രഷനെ സിയുടെ എക്സ്പ്രഷൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ ഇതുപോലെ ഏതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള സി എക്സ്പ്രഷനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ ഏതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ആൾജിബ്രൈക് എക്സ്പ്രഷനെയും നമുക്ക് സിൻ്റെ എക്സ്പ്രഷൻ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഹൗ ദീസ് എക്സ്പ്രഷൻസ് ആർ ഇവാലുവേറ്റഡ്. എങ്ങനെയാണ് ഈ എക്സ്പ്രഷൻസ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നത്? Expressions are evaluated using an assignment statement of the form. അത് എക്സ്പ്രഷൻസിനെ ഇവാലുവേറ്റ് ചെയ്യാൻ ഒരു അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് ഓഫ് ദ ഫോം വാരിയബിൾ ഈക്വൽ ടു എക്സ്പ്രഷൻ. അതായത് ലെഫ്റ്റ് സൈഡിൽ, അതായത് ഒരു ഈക്വൽ ടു ഓപ്പറേറ്റർ വെച്ചിട്ടാണ് നമ്മൾ പല എക്സാമ്പിൾസും പറഞ്ഞത്. കാരണം അത് അപ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു വാല്യൂ കിട്ടുന്നത്. അപ്പോൾ ഒരു ഇവാലുവേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി എൻ ഈക്വൽ ടു ഓപ്പറേറ്റർ. സോ വാരിയബിൾ ഈസ് ഈക്വൽ ടു എക്സ്പ്രഷൻ ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് കൊടുക്കുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ നമ്മൾ ഒരു എക്സ്പ്രഷനും ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കൊടുക്കുന്നത് എപ്പോഴും എന്താണ്, ഒരു വാരിയബിൾ നെയിമാണ്. അപ്പോൾ റൈറ്റ് സൈഡിലുള്ള എക്സ്പ്രഷൻ്റെ റിസൾട്ട് എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യും, വാരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും എന്നുള്ള കാര്യമാണ് നമുക്കറിയുന്നതാണ്. ഓക്കെ, സോ ഹിയർ
ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു എ സ്റ്റാർ ബി മൈനസ് സി. സോ എ സ്റ്റാർ ബി മൈനസ് സി ചെയ്തതിന് ശേഷം റിസൾട്ട് എക്സ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. ഓക്കെ, സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു സംഭവം, ഈ ഒരു എക്സ്പ്രഷൻ, ദിസ് ഈസ് ആൻ എക്സ്പ്രഷൻ അല്ലേ, ഈ ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എ ബി സി ഇത് മൂന്നിലും എന്തുണ്ടായിരിക്കണം, വാല്യൂസ് ഉണ്ടായിരിക്കണം. സോ എ ബി സി മൂന്നിലും വാല്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതെന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ബിഫോർ ദിസ് എക്സ്പ്രഷൻ ഈസ് ഇവാലുവേറ്റഡ് എ ബി ആൻഡ് സി മസ്റ്റ് ബി അസൈൻഡ് സം വാല്യൂസ്. ഓക്കെ, സോ ഇതുപോലെ വേറൊരു എക്സ്പ്രഷൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, ദാറ്റ് ഈസ് വൈ ഈസ് ഈക്വൽ ടു ബി ഡിവൈഡ് ബൈ സി സ്റ്റാർ എ. അതുപോലെ തന്നെ വേറൊന്നാണ് സെഡ് ഈസ് ഈക്വൽ ടു എ മൈനസ് ബി ബൈ സി പ്ലസ് ഡി. അപ്പോൾ എ മൈനസ് ബി ഡിവൈഡ് ബൈ സി പ്ലസ് ഡി ചെയ്തതിന് ശേഷം റിസൾട്ട് എന്ത് ചെയ്യും, സെഡ് എന്ന് പറയുന്ന വാരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ, സോ നമുക്കറിയാം ഇവിടെ എയും ബി സി ഡി ഇത് നാലിലും എന്തുണ്ടായിരിക്കണം, വാല്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി വേറൊരു കാര്യം നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, ബ്ലാങ്ക് സ്പേസ് ഈസ് ഓപ്ഷണൽ. അതായത് ഇവിടെ ഞാൻ ബി കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യമാണ് സ്പേസ്, ഇതിൻ്റെ ഇടയിലൊക്കെ സ്പേസ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓപ്ഷണൽ ആൻഡ് ഇറ്റ് ഇൻക്രീസസ് ദ റീഡബിലിറ്റി ഓഫ് അവർ എക്സ്പ്രഷൻ അല്ലെങ്കിൽ പ്രോഗ്രാമിൻ്റെ റീഡബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നമ്മൾ ഇടയിലൊക്കെ ഇവിടെ സ്പേസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ റീഡബിൾ ആയിട്ട് നമ്മൾ എക്സ്പ്രഷൻ എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള എക്സ്പ്രഷനിലൊക്കെ നമുക്ക് അത് എന്താണെന്നുള്ളത് എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും, ഇഫ് യു ആർ ഗിവിങ് ദിസ് ബ്ലാങ്ക് സ്പേസ് ഓക്കെ ഇൻ ബിറ്റ്വീൻ. സോ എങ്ങനെയാണ് ഇതുപോലെയുള്ള എക്സ്പ്രഷൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു പ്രോഗ്രാമിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, so let us take a program and we will see how it works. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു പ്രോഗ്രാമിൽ ഞാനൊരു ഹെഡർ ഫയൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, stdio.h, ബിക്കോസ് ഐ എം യൂസിങ് printf ഫംഗ്ഷൻ. വോയിഡ് മെയിൻ ഫംഗ്ഷൻ ഇവിടെ ഓപ്പൺ ചെയ്തു, മെയിൻ ഫംഗ്ഷൻ ഓപ്പൺ ചെയ്തു, ആൻഡ് ഐ എം ഡിക്ലെയറിങ് സം വാരിയബിൾസ്. ഫ്ലോട്ട് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്യുന്നത്, അതായത് എ ബി സി എക്സ് വൈ കൊമ സെഡ് ഇങ്ങനെ 6 വാരിയബിൾസ് ആണ് ഡിക്ലെയർ ചെയ്യുന്നത്. എല്ലാം ഡിക്ലെയർ ചെയ്തത് ഫ്ലോട്ട് ആയിട്ടാണ്. ഓക്കെ, സോ എ ഈസ് ഈക്വൽ ടു 9 എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന വാരിയബിളിലേക്ക് 9 സ്റ്റോർ ചെയ്തു. ബി ഈസ് ഈക്വൽ ടു 12 എന്ന് പറയുന്ന വാല്യൂ ബിയിലേക്ക് സ്റ്റോർ ചെയ്തു. സിയിലേക്ക് ഞാൻ 3 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്തു. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് എക്സ്പ്രഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ എക്സ്പ്രഷൻസ് ഒക്കെ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ നമുക്കറിയാം എക്സ് ഈസ് ഈക്വൽ ടു എ മൈനസ് ബി ബൈ 3 പ്ലസ് സി സ്റ്റാർ 2 മൈനസ് 1. ഇതിൻ്റെ റിസൾട്ട് എന്ത് ചെയ്യും, എക്സിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പോൾ എക്സിൽ ഏത് വാല്യൂ ആണ് സ്റ്റോർ ചെയ്യുന്നത്, അപ്പോൾ അതാണ് ഞാനിവിടെ കാണിക്കുന്നത്. സോ ഇവിടെ ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കാണിക്കുകയാണ്. സോ എ എന്ന് പറയുന്നത് എന്താണ്, എ എന്ന് പറയുന്നത് 9 ആണ് അല്ലേ. 9 മൈനസ് ബിയുടെ വാല്യൂ 12 ആണ്, ഡിവൈഡഡ് ബൈ 3 പ്ലസ് സിയുടെ വാല്യൂ 3 ആണ്, സ്റ്റാർ 2 മൈനസ് 1. അപ്പോൾ ഇനിയാണ് നമ്മൾ ഇതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്കും ബിക്കും സിക്കും ഒക്കെ നമ്മൾ വാല്യൂസ് കൊടുത്തു, ഇനിയാണ് ഇതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്കറിയാം ഇതിൽ ഇപ്പോൾ നിലവിൽ ഏറ്റവും നമ്മൾ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ മാത്സിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സോൾവ് ചെയ്യുന്നത് ഡിവിഷൻ ആണ് അല്ലേ, അതിനുശേഷം മൾട്ടിപ്ലിക്കേഷൻ ആണ്, അതിനുശേഷം അഡിഷൻ ആണ്, അതിനുശേഷം സബ്ട്രാക്ഷൻ ആണ്. സോ അതിന് നമ്മൾ പറയുന്നത് ഡി മാസ് ഓർഡർ എന്നാണ്. ഓക്കെ, സോ ഡിവിഷനാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി, അത് കഴിഞ്ഞ് മൾട്ടിപ്ലിക്കേഷൻ ആണ്, പിന്നെ അഡീഷൻ ആണ്, പിന്നെ സബ്ട്രാക്ഷൻ ആണ്. സോ അതേ രീതിയിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, സി പ്രോഗ്രാമും ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഡി മാസ് ഓർഡറിൽ തന്നെയാണ്. അപ്പോൾ ഡിവിഷന് തന്നെയാണ് പ്രയോറിറ്റി. ഓക്കെ, സോ നമ്മൾ ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് എന്താണ്, ഡിവിഷൻ തന്നെയാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ അത് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ 9 മൈനസ് 12/3 എന്ന് പറയുന്നത് എന്താണ്, -4 ആണ്. ഓക്കെ, ഡിവിഷൻ പെർഫോം ചെയ്തു, പ്ലസ് 3 സ്റ്റാർ 2 മൈനസ് 1. സോ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ 9 മൈനസ്, അപ്പോൾ ഈ സ്റ്റെപ്പ് നോക്കുന്ന സമയത്ത് 3 സ്റ്റാർ 2 ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. 9 മൈനസ് 4. ഇനി 3 സ്റ്റാർ 2 എത്രയാണ്, 3 സ്റ്റാർ 2 ചെയ്ത് കഴിഞ്ഞാൽ 6 ആണ്. അപ്പോൾ ഇവിടെ പ്ലസ് 6 എന്ന് വരും, -1. ഓക്കെ, സോ ഇത് നോക്കുന്ന സമയത്ത് എഡിഷൻ ആണ് ഇനി ചെയ്യേണ്ടത്. ബട്ട് എഡിഷനും സബ്ട്രാക്ഷനും ഒക്കെ ഒരേ പ്രയോറിറ്റിയാണ്. ഓക്കെ, സോ നമുക്ക് വേണമെങ്കിൽ എഡിഷൻ ചെയ്യാം അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ചെയ്യാം. അപ്പോൾ 9 - 4 ചെയ്ത് കഴിഞ്ഞാൽ 5 പ്ലസ് 6
-1 എന്ന് വരും. ഓക്കെ, ഇനി അതുപോലെ തന്നെ 5 + 6 എന്ന് പറയുന്നത് 11 ആണ്. 11 - 1 എന്ന് വരും. സോ അടുത്ത സ്റ്റെപ്പിൽ ദാറ്റ് ഈസ് കൺവേർട്ടഡ് ടു 10. ഓക്കെ, സോ ഇവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂ 10 ആണ്. സോ 10 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും എന്ത് ചെയ്യുക, എക്സിലേക്ക് സ്റ്റോർ ചെയ്യുക. ഓക്കെ, സോ എക്സ് വിൽ കണ്ടെയ്ൻ ദ വാല്യൂ 10. ഓക്കെ, ഇനി രണ്ടാമത്തെ എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. രണ്ടാമത്തെ എക്സ്പ്രഷൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെയും നമ്മൾ വാല്യൂസ് കൊടുക്കാം. രണ്ടാമത്തെ എക്സ്പ്രഷന് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ എ എന്ന് പറയുന്നത് 9 ആണ്. ഓക്കെ, 9 - ബി എന്ന് പറയുന്നത് 12 ആണ്. ഡിവൈഡഡ് ബൈ ഇവിടെ ബ്രാക്കറ്റ് വരുന്നുണ്ട്, പാരന്തസിസ് വരുന്നുണ്ട്, 3 പ്ലസ് സി എന്ന് പറയുന്നത് 3 ആണ്. സ്റ്റാർ 2 - 1. അപ്പോൾ അഗെയിൻ നമുക്കറിയാം ബ്രാക്കറ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ പാരന്തസിസ് വന്നതുകൊണ്ട് പാരന്തസിസിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അതിനാണ് സി കമ്പൈലറും എന്ത് ചെയ്യുന്നത്, പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് സ്ഥലങ്ങളിൽ ബ്രാക്കറ്റ് ഉണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് വരുന്ന ബ്രാക്കറ്റ് ഇതാണ്. അപ്പോൾ ഇതാണ് ആദ്യം എന്ത് ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡിവൈഡഡ് ബൈ 3 + 3 എന്ന് പറയുന്നത് 6. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് സ്റ്റാർ 2 - 1 എന്ന് പറയുന്നത് എത്രയാണ്, 1 ആണ്. ഓക്കെ, സോ ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇപ്പം നോക്കുന്ന സമയത്ത് നമുക്കറിയാം പ്രയോറിറ്റി കൂടുതൽ ഡിവിഷൻ ആണ്. അപ്പോൾ നമ്മൾ ഇനി ഡിവിഷൻ ചെയ്യണം. അപ്പോൾ -12/6 എന്ന് പറഞ്ഞാൽ -2 ആണ്. സ്റ്റാർ 1. ഓക്കെ, സോ -2 ഇനി ഇവിടെ നോക്കുന്ന സമയത്ത് മൾട്ടിപ്ലിക്കേഷൻ ആണ് പ്രയോറിറ്റി. സോ 9 - 2 * 1. ഓക്കെ, -2 * 1 എന്ന് പറയുന്നത് -2 ആണ്. സോ 9 - 2 എന്ന് വരും. ദാറ്റ് ഈസ് ഇക്വാലന്റ് ടു 7. ഓക്കെ, സോ വി ആർ ഗെറ്റിംഗ് ദ വാല്യൂ ആസ് 7. ഇവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു എക്സ്പ്രഷൻ നോക്കാം. മൂന്നാമത്തെ ഒരു എക്സ്പ്രഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കിട്ടിയ വാല്യൂ 7 ആണ്. സോ വാട്ട് വിൽ ബി ദ വാല്യൂ ഹിയർ? അപ്പോൾ ഈ ഒരു 7 ആയിരിക്കും വൈയിലേക്ക് എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. ഇനി സെഡിൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കാം. എ എന്ന് പറയുന്നത് 9 മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു ബി എന്ന് പറയുന്നത് 12 ആണ്. ഡിവൈഡഡ് ബൈ അഗെയിൻ ഒരു ബ്രാക്കറ്റ് വരുന്നു 3 പ്ലസ് സി എന്ന് പറയുന്നത് 3 ആണ്. സ്റ്റാർ 2 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു -1. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വേറൊരു ബ്രാക്കറ്റ് വരുന്നുണ്ട്. അപ്പോൾ വി കോൾ ഇറ്റ് നെസ്റ്റഡ് ബ്രാക്കറ്റ് അല്ലെങ്കിൽ നെസ്റ്റഡ് പാരന്തസിസ്. അപ്പോൾ ഇങ്ങനെ നെസ്റ്റഡ് ആയിട്ട് ബ്രാക്കറ്റ് വരുന്ന സമയത്ത് ഏറ്റവും ഇന്നർമോസ്റ്റ് ബ്രാക്കറ്റ് ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ആദ്യം ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. സോ ഇതിൽ നോക്കുന്ന സമയത്ത് ഏറ്റവും ഇന്നർമോസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. സോ ഈ ഒരു ബ്രാക്കറ്റാണ് ആദ്യം എന്ത് ചെയ്യേണ്ടത്, ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. സോ അത് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 9 - 12 ഡിവൈഡഡ് ബൈ ഇന്നർമോസ്റ്റ് ബ്രാക്കറ്റ് ആണ് 3 + 3. അപ്പോൾ അത് ഇവാലുവേറ്റ് ചെയ്താൽ 6 കിട്ടുന്നു. 6 സ്റ്റാർ 2 ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു -1. ഓക്കെ, സോ അഗെയിൻ ഇവിടെ എന്തുണ്ട്, ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ ബ്രാക്കറ്റാണ് ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, സോ 9 മൈനസ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ നോക്കുന്ന സമയത്ത് ഡിവിഷൻ ആണ് ആദ്യം പെർഫോം ചെയ്യുക. അപ്പോൾ 12/6 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 സ്റ്റാർ 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, അത് 4 ആണ്. സോ നമ്മൾ ഇങ്ങനെ എഴുതാണ് 12/6 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 സ്റ്റാർ 2 ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു -1. ഓക്കെ, സോ 9 മൈനസ് 2 സ്റ്റാർ 2. അപ്പോൾ ഇവിടെ അഗെയിൻ ബ്രാക്കറ്റ് ഉണ്ട്. ആദ്യം ആ ബ്രാക്കറ്റ് ആണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. 9 - 4 -1. സോ ദിസ് ഈസ് ഇക്വാലന്റ് ടു 9 - 4 -1 എന്ന് പറയുന്നത് ദിസ് ഈസ് ഇക്വാലന്റ് ടു 4. 9 - 4 എന്ന് പറയുന്നത് 5 ആണ്. 5 - 1 എന്ന് വരും. സോ ഫൈനലി വിൽ ഗെറ്റ് ദ വാല്യൂ 4. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ 4 ആണ്. ഈ 4 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും സെഡിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, സോ സെഡ് വിൽ കണ്ടെയ്ൻ ദ വാല്യൂ 4. ഓക്കെ, സോ ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എക്സ് വൈ സെഡ് മാത്രമല്ല എല്ലാ വേരിയബിൾസും ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഫ്ലോട്ട് ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു റിസൾട്ടും നമുക്ക് എന്തായിട്ട് മാത്രമേ കിട്ടുള്ളൂ, ഫ്ലോട്ട് ആയിട്ട് മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എയിലേക്ക് 9 സ്റ്റോർ ചെയ്യുമ്പോൾ ആക്ച്വലി ഇവിടെ സ്റ്റോർ ചെയ്യുന്നത് 9.00000 ആണ്. ഓക്കെ, അപ്പോൾ ഫ്ലോട്ട് ആയിട്ടാണ് കിട്ടുക. അപ്പോൾ ഇവിടെ നമുക്ക് 10 എന്നല്ല വരുന്നത്, വാല്യൂ വരുന്നത് 10.000000. കാരണം എന്താ, 6 ഡിജിറ്റ്സ് ഓഫ് പ്രിസിഷൻ ആണ് ഫ്ലോട്ട് തരുന്നത്. ഇപ്പം പോയിന്റിന് ശേഷം 6 ഡിജിറ്റ്സ് കാണിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ 7.000000 എന്നാണ് വരുന്നത്. ഓക്കെ, സോ
സോ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഇവിടെ 4.000000 എന്നാണ്. ഓക്കെ, ഇപ്പോൾ സെഡിലേക്ക് 4.000000 എന്നാണ് വാല്യൂ ആണ് എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ആവുന്നത്. കാരണം എല്ലാം നമ്മൾ ഫ്ലോട്ടാണ്, അപ്പോൾ റിസൾട്ടും എന്ത് തന്നെയായിരിക്കും കിട്ടുക, ഫ്ലോട്ടാണ് അല്ലേ. എ ബി സി എല്ലാം ഫ്ലോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മേലെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാലും റിസൾട്ട് എന്തിലേക്കാണ് പോവുക, ഫ്ലോട്ടിലേക്കാണ് പോവുക. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒന്ന് ഫ്ലോട്ട് വന്നു കഴിഞ്ഞാൽ ഇൻഡ് ഡാറ്റ ടൈപ്പിനെയും കൂടെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യും, ഫ്ലോട്ടിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി ഇവിടെ ഞാൻ അതെല്ലാം കൂടെ പ്രിൻറ്റ് ചെയ്യുകയാണ്. പ്രിൻ്റ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് കൊടുക്കാൻ കാരണം ഇത് ഫ്ലോട്ടാണ് ഞാൻ പ്രിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ %f കൊടുത്താൽ %f എന്ന് വരില്ല, അതിന് പകരം ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സിൻ്റെ വാല്യൂ ആണ് വരിക. അതുപോലെ തന്നെ വൈയുടെ വാല്യൂ %f വൈയുടെ വാല്യൂ, z ഈസ് ഈക്വൽ ടു %f z-ൻ്റെ വാല്യൂ, ഇങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു പ്രോഗ്രാം ഞാൻ ഒന്ന് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഞാനൊന്ന് ഔട്ട്പുട്ട് ജസ്റ്റ് കാണിക്കാം. ഓക്കെ, സോ വി വിൽ ജസ്റ്റ് റൺ ദിസ് പ്രോഗ്രാം. ഈ ഒരു പ്രോഗ്രാം ഞാനിവിടെ സേവ് ചെയ്തു. സോ ഇത് ഞാൻ സേവ് ചെയ്യാണ്. സേവ് ആസ് pgm2.c പറയുന്ന പേരിൽ സേവ് ചെയ്തു. കമ്പൈൽ ചെയ്തപ്പോൾ there is one error, that is void main, അതായത് main must return int എന്ന് പറയുന്നുണ്ട്. that is because സോ അവിടെ ഞാൻ സേവ് ചെയ്ത ഒരു പ്രശ്നമാണ്. സേവ് ആസ് ഐ എം ഗിവിങ് ദ നെയിം ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ കൊടുത്തുകൊണ്ടാണ് ഇഷ്യൂ വന്നത്. pgm4.c എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, pgm4.c. so I am compiling this, so there is no errors now. so ഇത് ഞാൻ റൺ ചെയ്യാണ്. റൺ ചെയ്യുന്ന സമയത്ത് യു ക്യാൻ സീ ദ ഔട്ട്പുട്ട്, അതായത് എക്സ് ഈക്വൽ ടു 10.000000, വൈയുടെ വാല്യൂ 7 ആണ്, അതുപോലെ തന്നെ സെഡിൻ്റെ വാല്യൂ 4 ആണ്. എല്ലാം കൂടെ ഒരു ലൈനിലാണ് വരുന്നത്. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റിയിട്ട് ഡിഫറെൻറ്റ് ലൈൻ ആക്കാം. എക്സ് ഈക്വൽ ടു എന്ന് പറയുന്നത് ഓക്കെ, വൈ വരുന്നത് അടുത്ത ലൈനിലാക്കാൻ വേണ്ടി ഇവിടെ /n കൊടുക്കുക, സെഡ് വരുന്നത് അടുത്ത ലൈനിലാക്കാൻ ഇവിടെയും /n കൊടുക്കുക. so now you will get it like this. okay, so I think you understood this. അപ്പോൾ നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് ഇതുപോലെയുള്ള എക്സ്പ്രഷൻസ് എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. so that's all in this video. thank you.